നമ്മുടെ വാട്ടർ ബോട്ടിലിനുള്ളിലോ പൈപ്പിനുള്ളിലോ ഒക്കെ ഒരു വഴുവഴുത്ത ലെയർ കാണാറില്ലേ? ഇതിനെയാണ് ബയോഫിലിം എന്ന് പറയുന്നത്. ഇതേ സംഭവം നിങ്ങളുടെ കുട്ടിയുടെ തൊണ്ടയുടെ ഭാഗത്തുണ്ടായാലോ? കുട്ടികളിലെ അഡിനോയിഡൈറ്റിസ് കൃത്യമായി ചികിത്സിച്ചില്ലെങ്കിൽ ബാക്ടീരിയകൾ അഡിനോയിഡിന് മുകളിൽ വളരുകയും ഇതുപോലെ ഒരു ബയോഫിലിം ഉണ്ടാക്കുകയും ചെയ്യും. അതോടെ അഡിനോയിഡ് എന്നത് ബാക്ടീരിയയുടെ ഒരു സ്ഥിരം താമസ സ്ഥലമായി മാറും. ഈ ബയോഫിലിമിൽ നിന്ന് ബാക്ടീരിയകൾ മറ്റു സ്ഥലങ്ങളിലേക്ക് പെട്ടെന്ന് പടരുകയും ചെയ്യും. മൂക്കിലേക്കും സൈനസിലേക്കും പോയാൽ സൈനസൈറ്റിസ്, ടോൺസിൽസിലെത്തിയാൽ ടോൺസിലൈറ്റിസ്, തൊണ്ടയിലേക്ക് പോയാൽ വിട്ടുമാറാത്ത തൊണ്ടവേദന, ചെവിയിലേക്ക് പോയാൽ അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാക്കുക എന്നിങ്ങനെ പല പ്രശ്നങ്ങളും വരുത്താം. ഇവിടെയുള്ള വലിയ അപകടം എന്തെന്നാൽ ഓരോ തവണയും പുതിയ അസുഖം വരുന്നതാണ് എന്നാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ സത്യത്തിൽ ഈ ബയോഫിലിമിൽ ഒളിച്ചിരിക്കുന്ന ബാക്ടീരിയകൾ വീണ്ടും വീണ്ടും ആക്രമിക്കുന്നതാണ് യഥാർത്ഥ കാരണം. അപ്പോൾ നിങ്ങളുടെ കുട്ടിക്കും ഇതുപോലെ അഡിനോയിഡൈറ്റിസ് മൂലമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിന് കൃത്യമായ ചികിത്സകൾ എടുക്കുക. അതിന് ഫലപ്രദമായ ചികിത്സകൾ ഹെർബലി ടച്ച് ആയുർവേദ ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. ഇവിടെ നിങ്ങളുടെ കുട്ടിയുടെ പ്രശ്നത്തിന്റെ മൂലകാരണം കണ്ടെത്തി ചികിത്സിക്കുകയും ഒപ്പം ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ജീവിതശൈലി മാറ്റങ്ങളും ഡയറ്റ് പ്ലാനും നിർദ്ദേശിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ കുട്ടിക്കും അഡിനോയിഡൈറ്റിസ് എന്ന രോഗാവസ്ഥയുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹെർബലി ടച്ചിൻ്റെ കൊയിലാണ്ടിയിലോ പയ്യന്നൂരോ ചെങ്ങന്നൂരോ ഉള്ള ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് വന്നോളൂ.